തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ NDAയ്ക്കും LDFനും പിന്നിൽ 3-ാം സ്ഥാനത്താണ് UDF. എന്നാൽ തോറ്റുപോയെങ്കിൽ എന്താ, കോൺഗ്രസുകാർക്ക് തിരുവനന്തപുരത്ത് ഒരു ഡെപ്യൂട്ടി മേയറെ കിട്ടിയിട്ടുണ്ട്. ആശ ജി നാഥ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരുമം ഡിവിഷനിൽ നിന്നാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആശാനാഥ് വിജയിച്ചത്. ഈ ജയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പുതുതായി രൂപീകരിച്ച കരുമം ഡിവിഷനിൽ കോൺഗ്രസ് നാമാവശേഷമായി പോയി. ഈ ഡിവിഷനിലെ ആകെയുള്ള 6 ബൂത്തുകളിൽ 2 മാത്രമാണ് കോൺഗ്രസിന് 100-ലേറെ വോട്ട് ലഭിച്ചത്. 6 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹേമ CS നായർ 3-ാമതാണ്. ഇടതുപക്ഷത്തെയും ഇടതു നേതാക്കളെയും സംഘിച്ചാപ്പകുത്തി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയോ അവരുടെ ചാനലായ മീഡിയ വണ്ണോ അവരുടെ ഇരുട്ടുമുറി ചർച്ചക്കാരോ ഇതൊക്കെ കാണുകയോ അറിയുകയോ ചെയ്തോ എന്ന കാര്യം സംശയമാണ്. അല്ല, കണ്ടാലും അറിഞ്ഞാലും ചത്ത പോലെ കിടക്കത്തേയുള്ളൂ എന്നറിയാം. കരുമം ഡിവിഷനിൽ ആകെയുള്ള വോട്ട് 6885 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത് 4697 വോട്ടുകളാണ്. ഇതിൽ NDA സ്ഥാനാർത്ഥി ആശാനാഥിന് 2600 വോട്ടുകൾ ലഭിച്ചു. ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിന്ധുവിന് 1519 വോട്ടുകളാണ് ലഭിച്ചത്. എന്നാൽ കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ 525 വോട്ടുകൾ മാത്രം. കേരളത്തിൽ കോൺഗ്രസ് ആണോ ഇടതു പാർട്ടികളാണോ BJPക്ക് വളമാകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനുമൊക്കെയാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന നിരീക്ഷണം എത്രയോ കാലം മുമ്പേ CPIM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പത്മജയും അനിൽ ആന്റണിയും ഉൾപ്പെടെ കോൺഗ്രസിലെ ഉന്നതർ BJP ആയപ്പോഴും ഇക്കാര്യം മനസ്സിലാവാത്തവരുടെ കൺമുന്നിലുള്ള വലിയ യാഥാർത്ഥ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരുമം ഡിവിഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം. ഏറെക്കുറെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രവും ഇതുതന്നെയാണ്. ഇതിനർത്ഥം കോൺഗ്രസുകാർ കോൺഗ്രസ് അല്ലാതാകുന്നുവെന്നല്ല, അവർ BJP ആകുന്നു എന്നുമല്ല, അവർ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യാൻ സന്നദ്ധമാകുന്നു എന്നതാണ്. കാലക്രമേണ കോൺഗ്രസ് ക്ഷയിക്കുകയും BJP കരുത്തരാകുകയും ചെയ്യുന്നു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തപ്പോൾ BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയത്. BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള തെക്കൻ ജില്ലകളിൽ കോൺഗ്രസും UDFും നാൾക്കുനാൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തം.